പുതിയ പവർ ടീമിനെ ജാസ്മിൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ജാസ്മിൻ പവർ ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന അംഗങ്ങൾ ഗബ്രി, അതുപോലെ റസ്മിൻ ബായി, അർജുൻ ആൻഡ് അപ്സര. അപ്പൊ അപ്സര കുറെ ആൾക്കാർ സ്ട്രോങ് പ്ലെയർ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം മേ ബി അപ്സരനെ അങ്ങോട്ട് സെലക്ട് ചെയ്തത്. പിന്നെ അർജുൻ ടാസ്ക് എല്ലാം നല്ല സൂപ്പർ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അർജുനെ സെലക്ട് ചെയ്തത്. പിന്നെ ഗബ്രി, റസ്മിൻ ബായി ഒരു പേഴ്സണൽ ഫേവറിസം കാണിച്ചതാണെന്ന് തന്നെ പറയാം. പിന്നീട് അംഗങ്ങളെ നെസ്റ്റ്, ഡെൻ, ടണൽ ഇങ്ങനെ 3 ടീമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ജാസ്മിന്റെ ആ ഒരു ടീം തിരിക്കുന്നത് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. കാര്യം എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ എന്താ പറയാ നെക്സ്റ്റ് ടീമിനെ, അതായത് ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഋഷി, അൻസിബയൊക്കെ വേറെ ടീമിലാക്കി. അതുപോലെ തന്നെ ഋഷി കഴിഞ്ഞ വീക്കിൽ അടിയുണ്ടാക്കി ആ ഒരു ശരണിയെയും ഋഷിനെയും ഒരു ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ പുതിയതായിട്ട് വന്ന അഭിഷേക്, ജയദീപിനെയും അതുപോലെ ജിൻറ്റോയെയും നന്ദനെയും അങ്ങനെ കുറച്ച് പ്രശ്നക്കാരെന്ന് തോന്നുന്ന ആൾക്കാരെ എല്ലാം ഒരു ടീമിലാക്കിയിരിക്കുകയാണ്. പിന്നീട് അതുപോലെ മറ്റേ ടീമിലാണെന്നുണ്ടെങ്കിൽ ശ്രീരേഖ, അങ്ങനെ ശ്രീതു, അങ്ങനെ എന്താ പറയാ കുറച്ച് സേഫ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ പറഞ്ഞ കുക്കിംഗ് ടീമിൽ അവിടെ ഇട്ടേക്കുവാണ്. അങ്ങനെ 4 ടീമുകൾ അവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. ഇപ്പം പവർ ടീമിന് സർവാധികാരം ലഭിച്ചിരിക്കുന്നു. സർവാധികാരം ലഭിച്ച പവർ ടീമിന് ആ ഹൗസിൽ എന്താ പറയാ പവർ ടീമിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലികളൊന്നും തന്നെ ചെയ്യേണ്ടാന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പിന്നീട് വിചിത്രമായ ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ, 6 പേര് ഹൗസിലേക്ക് വരുമെന്നുള്ള കാര്യം ഹൗസ് മെമ്പേഴ്സ് ആരും തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പൊ ഈ ഒരു 6 പേര് വന്നതിന് ശേഷം അതിലും പലരും പലതരം ക്യാരക്ടർ ഉള്ളതാണ്. എന്താ പറയാ അഭിഷേക്, ജയദീപ് ആണെന്നുണ്ടെങ്കിൽ പറയുന്ന ഓരോ കാര്യങ്ങളും 100% ജെനുവിനും അതുപോലെ തന്നെ കൃത്യമായ പോയിന്റുമാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയത്, എന്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പൊ പറഞ്ഞ പോലെ സായി കൃഷ്ണയുടെ വായിൽ നിന്ന് ഒരു അബദ്ധം പറ്റുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നൈസായിട്ട് ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നു. എന്തൊക്കെയാ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലാണോ ബിഹേവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പിടിച്ച് വാണി ചെയ്തിട്ട് പോലും നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു വർത്തമാനം ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അതിൽ നിന്ന് ജാസ്മിന് കുറെ കാര്യങ്ങൾ ബാക്കിയൊക്കെ കണക്ട് ചെയ്ത് ജാസ്മിൻ ആലോചിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ആലോചിച്ചെടുത്ത് ജാസ്മിൻ ആണെങ്കിൽ റസ്മിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ജാസ്മിൻ കൃത്യമായിട്ട് പറയുന്ന കാര്യം, അപ്പൊ നമ്മൾ ജാസ്മിൻ സംസാരിക്കുന്ന സമയത്ത് അത്ര വ്യക്തമായിട്ട് ജാസ്മിൻ എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ സാധിക്കുന്നില്ല. കാരണം ജാസ്മിൻ എന്തോ മൈക്ക് പൊത്തി എന്തോ ആണ് സംസാരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ റസ്മിനോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ട് അവര് തന്നെ എനിക്ക് ഇത്ര വലിയൊരു പണി തരുമോ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. സത്യം പറഞ്ഞാല് ജാസ്മിൻ ഇവിടെ മെയിൻ ചെയ്യുന്നത് അവളുടെ വീട്ടുകാരെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടുകാരെ 1, 2, 3 ഇന്റർവ്യൂസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആരുടെ വായിൽ നിന്ന് ജാസ്മിൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കേട്ടത് കൊണ്ട് തന്നെ അവരെ വീട്ടുകാർക്കെതിരെയാണ് ഇപ്പൊ ജാസ്മിൻ സംസാരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അയ്യോ ഇനി എനിക്ക് അവരെ കൂടെ നഷ്ടമാവോ, പുറത്തിറങ്ങിയ ഇനി എനിക്ക് ആരും ഇല്ലാതാവോ, എനിക്ക് വീട്ടുകാരില്ലാതാവോ, എന്റെ ബോയ് ഫ്രണ്ട് ഇല്ലാതാവോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒന്നെങ്കിൽ ഗബ്രി ജാസ്മിൻ കോംബോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. അതായത് ഈ പറഞ്ഞ സായി വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ് ഗബ്രി ഭയങ്കര സ്ട്രോങ് ആണെന്ന്. അപ്പൊ ഗബ്രി ജാസ്മിൻ കോംബോ ആണ് അവരെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നത് എന്ന് തോന്നിയത് കൊണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് പൊളിക്കാൻ വേണ്ടി ആയിരിക്കാം ഒന്നുകിൽ സായി അത് പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം എന്താ അത് വേറൊരു ഗെയിം പ്ലാൻ ആയിരിക്കാം, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഗെയിം പ്ലാൻ ആയിരിക്കാം. എന്തായാലും ബിഗ് ബോസിന്റെ വക നല്ല താക്കീത് തന്നെ സായി കൃഷ്ണന് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താ പറയാ റോക്കിയെ പോലെ മുടിയൊക്കെ കളറടിച്ച് വന്നിട്ട് റോക്കിയെ പോലെ തിരിച്ചു തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷെ അറിയില്ല, സായിയുടെ ഗെയിം പ്ലാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. പിന്നെ അതുപോലെ അഭിഷേക്, ശ്രീകുമാറും കുറച്ച് പേടിക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഇപ്പൊ തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പല കാര്യങ്ങളിലും ഈ പറഞ്ഞ ജാൻമണി ജെൻഡർ കാർഡ് യൂസ് ചെയ്ത കാര്യവും അങ്ങനെയൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ കുറെയൊക്കെ ശരിയാണെങ്കിൽ കൂടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗെയിമിനെ അത് ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഹൗസ് മെമ്പേഴ്സിന് ആരെങ്കിലും വേറെ എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ എത്രത്തോളം മോശകരമായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അഭിഷേക്, ശ്രീകുമാറിനെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പിന്നെ അഭിഷേക്
മറ്റേ അഭിഷേക് ജയദീപ്. ഓക്കെ, അപ്പൊ ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേ ആണ്. അപ്പൊ ഒരു വൺ ഓഫ് ദ ഗുഡ് പ്ലെയർ എന്ന് തന്നെ ഞാൻ പറയാം. അതായത് അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം വന്നപ്പോ തന്നെ പറഞ്ഞു, ഞാൻ റിയാസ് അലി അറിയാണ്ട് വായിന്ന് വീണുപോയായിരിക്കും, റിയാസ് അലിയും പറഞ്ഞതുപോലെ എന്നൊക്കെ ഒരു അറിയാതൊരു പ്രയോഗം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നുപോയി. പക്ഷെ അതേപോലെ റിയാസിനെ പോലൊരു മത്സരാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്താ പറയാ, മാറ്റി വന്ന ജനങ്ങൾ ചിലപ്പം മാറിയ ചിന്തകളുള്ള ജനങ്ങൾ ചിലപ്പം ഈ പറഞ്ഞ അഭിഷേകിനെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. ഇപ്പൊ ജാൻമണിയുടെ അടുത്ത് പോയിട്ട് ആദ്യം തന്നെ സംസാരിക്കുന്നുണ്ട്, ജാൻമണി ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, നമ്മൾ ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, പക്ഷേ ജാൻമണി ചേച്ചി തെറ്റെന്തെങ്കിലും പറഞ്ഞാലും അതിനെതിരെ ഞാൻ പ്രതികരിക്കും. അതൊരു വളരെ നല്ലൊരു നയമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഈ ഒരു ഹൗസിലെ ഫേവറിസം കാണിക്കുന്ന ആൾക്കാരെ എന്ത് പറഞ്ഞാലും തിരിച്ചതിന് മറുപടി പറയാത്ത ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രയോഗമാണ് അവിടെ നടന്നിരിക്കുന്നത്. പിന്നെ അഭിഷേകിന്റെ ആ ഒരു ജയദീപിന്റെ ആ ഒരു അഭിപ്രായങ്ങളെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ഒന്നാന്തരം അഭിപ്രായങ്ങളാണ്. അപ്പൊ ജിൻഡോ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചീത്ത വിളിക്കുന്നതും വീട്ടിൽ പറയുന്നതും, അങ്ങനെ ജാൻമണി ജെൻഡർ കാർഡ് യൂസ് ചെയ്യുന്നതും, അതുപോലെ ഗബ്രി വളരെ മോശമായിട്ട് ഒരു സ്റ്റിക്കർ പോലും ജിൻഡോയെ ഒട്ടിക്കാൻ സമ്മതിക്കാത്ത കാര്യമൊക്കെ എടുത്തെടുത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു പൊട്ടൻഷ്യൽ ഗുഡ് പ്ലെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് എന്താ പറയാ, സിബിൻ ഇസ് ലൈക്ക് പറയുന്ന ഒപ്പീനിയനും കാര്യങ്ങളും എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് വരും എന്നൊരു പ്രതീക്ഷ എനിക്ക് കുറവ് തന്നെയാണ്. അതുപോലെ പൂജ കൃഷ്ണയാണെന്നുണ്ടെങ്കിലും പൂജ കൃഷ്ണ ഈ പറഞ്ഞ പോലെ കണ്ണടച്ച് പാല് കുടിക്കുന്ന അല്ലെങ്കിൽ മിണ്ടാപ്പൂച്ച കഥ മുടക്കുന്ന ഒരു ടൈപ്പ് ആണെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരി ഭയങ്കര ഒരു ഗെയിമർ ആയിട്ടൊന്നും എനിക്ക് സംസാരത്തിൽ ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ എന്താ പറയാ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അത്രേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോ ഗെയിം കണ്ടാലേ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നന്ദന നല്ലതുപോലെ ഓവറായിട്ട് തോന്നി. എല്ലാവരുടെയും പൊതുവെ ഉള്ളൊരു അഭിപ്രായം തന്നെയാണത്. പുള്ളിക്കാരി വെറുതെ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ജാസ്മിന്റെ വൃത്തിയുടെ കാര്യം പറഞ്ഞു, ജാസ്മിന്റെ തീരെ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. അത് ജാസ്മിൻ ഒരുപാട് കൊണ്ടിട്ടുണ്ട്, അതിനിട്ടൊരു പണി ജാസ്മിൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ നന്ദനെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി വരും ദിവസങ്ങളിൽ ഈ ഓവറായ വ്യക്തി ഇതിലും ഓവർ ആവുമോ, അല്ലെങ്കിൽ ഇനി ആ ഒരു ഇതൊക്കെ കുറയുമോ എന്നുള്ളത് കാര്യം നമുക്ക് കണ്ടറിഞ്ഞാലേ സാധിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പുതിയ മെമ്പേഴ്സ് എല്ലാം ഇങ്ങനെ ഹൗസുമായിട്ട് ഇടപഴകി ഇങ്ങനെ പോകാനുള്ള ഒരു ഇതിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ബിഗ് ബോസ് ഹൗസിലുള്ള പ്രശ്നങ്ങളും ഒരുപാടായിരിക്കും. അപ്പൊ എല്ലാ വിശേഷങ്ങളും ലൈവായിട്ട് അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.